ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരുടെയും ഓണമൊക്കെ എവിടെ വരെ എത്തി? എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ നാളെ തിരുവോണമാണല്ലോ, കുറച്ച് പൂ മേടിക്കാൻ പോവാണ്. പൂവെല്ലാം ഇടണ്ടേ? അപ്പോൾ നമ്മുടെ താഴത്തെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ പെരുമാൾ ഷോപ്പ് ഉണ്ട് കേട്ടോ, തമിഴന്മാരുടെ. അപ്പോൾ അവിടെ പൂ കിട്ടുമോ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ താഴേക്ക് പോട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പ്. വെൽക്കം ടു പെരുമാൾ ഫ്ലവേഴ്സ്. അപ്പോൾ ആൾക്കാരൊക്കെ മേടിച്ച് പോകുന്ന ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട്. കയറി നോക്കാം നമുക്ക്. അപ്പോൾ 35 ദിറംസ് കേട്ടോ പൂവിന്. ഏത് പൂ എടുത്താലും കിലോയ്ക്ക് 35 ദിറംസ്. അപ്പോൾ ഇതല്ലാതെ വേറെയും ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ കുഞ്ഞു ഷോപ്പ് കുറേ പൂജ ഐറ്റംസ് അങ്ങനെയൊക്കെ. അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളത്. ഇത് ഉണ്ട്, ചെറിയ ഗ്രോസറി, വെർമിസലി, റവ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അതാ ഇവിടെ നോക്കുകയാണെങ്കിൽ അച്ചാറ്, തേന്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ്. പിന്നെ ഇതാ നെയ്യ്, എണ്ണ, പിന്നെ നമ്മുടെ പൂജയുടെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. താലം, ഇതാ ഇതുപോലെ മണി, വിളക്കുകൾ, വിളക്ക്, കിണ്ടി, മൊന്തയൊക്കെ ഉണ്ട് കേട്ടോ. ചിരാത്, പിന്നെ അതാ പൂജയുടെ അങ്ങനത്തെ സാമാനങ്ങൾ. പിന്നെ ഇത് കോട്ടൺ ഉണ്ട്. പിന്നെ അത് കണ്ടില്ല. പിന്നെ അതാ ചന്ദനത്തിരി, കർപ്പൂരം, അങ്ങനത്തെ ഒരുപിടി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഷോപ്പിലുള്ളത്. ചെറിയ ഷോപ്പാണെങ്കിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പൂവൊക്കെ എടുക്കട്ടെ. പൂവൊക്കെ എടുത്തിട്ട് നമുക്ക് നാളെ തിരുവോണം പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ട് കാണാം ഞാൻ ഏതൊക്കെയാണ് പൂ എടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഹാപ്പി ഓണം ടു ഓൾ. അപ്പോൾ അതാ ഇപ്പോൾ കിടക്കപ്പായെന്ന് എണീറ്റതേ ഉള്ളൂ. എണീറ്റ് പല്ല് തേക്കണം, കുളിക്കണം, പൂക്കളിടണം, അങ്ങനെ പല പല പണികളുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പല്ല് തേക്കട്ടെ. അപ്പോൾ ഞാൻ 6 മണിയായിട്ടോ എണീക്കാൻ. അപ്പോൾ ഇനി ഫസ്റ്റത്തെ പണി എന്ന് പറയുന്നത് പൂക്കളിടലാണ്. കാരണം അത് എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. കാരണം ഡിസൈനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് റൗണ്ട് മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് തീരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ചെറിയ തോതിലൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി സുന്ദരിയായി. ഇനി പോയിട്ട് കർട്ടനൊക്കെ ഒന്ന് തുറക്കട്ടെ. 6 മണിയുടെ വെളിച്ചമാണ് കേട്ടോ. ഒരു 7-8 മണിയായ മാതിരിയില്ലേ. അവിടെ ഞാൻ ചെറിയൊരു വട്ടമിട്ട് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോയെന്നറിയില്ല. ഇത്രയും പൂക്കളാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇനി ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയില്ല. എന്തായാലും ഒന്ന് ഇരുന്ന് തുടങ്ങട്ടെ. അപ്പോൾ ഞാൻ വാങ്ങിയത് റോസ്, ചെട്ടി, ജമന്തി, അങ്ങനത്തെ ഒക്കെ പൂക്കളാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി പൂവെല്ലാം അടർത്തി ഇതളാക്കി മാറ്റി കവറിൽ ഓരോന്നും പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ അതിൻ്റെ സമയം കുറഞ്ഞു കിട്ടി. അങ്ങനെ ഞാൻ കളത്തിൽ ആദ്യത്തെ പൂവിട്ടു. നമുക്ക് ഇത് ഫിനിഷായിട്ട് മുഴുവൻ പൂക്കളത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞാൻ മെല്ലെ മെല്ലെ ഇത് ഓരോന്നായിട്ട് ചെയ്ത് തീർക്കട്ടെ കേട്ടോ. ഗായ്സ്, ചെയ്തു വന്നത് ഒരു പണി കിട്ടി. കളം മാറ്റാൻ പോവുകയാണ്. അപ്പം ഞാനൊരു ഡിസൈനായിരുന്നു, പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ ശരിയായില്ല. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമതൊക്കെ എടുത്ത് മാറ്റി പുതിയത് വീണ്ടും ഇടാൻ പോവുകയാണ്. ഇതാണ് വരച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ഇതാണ് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. എൻ്റെ മനസ്സിലങ്ങനെ പ്രത്യേകിച്ചൊരു ഡിസൈനൊന്നുമില്ല. അപ്പം വരുന്ന പോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്തു വരുമ്പോൾ ചിലത് തെറ്റും, പിന്നെ അത് മാറ്റി രണ്ടാമത് ചെയ്യും. അങ്ങനെ ഇതെപ്പോൾ തീരും എന്നറിയില്ല. അങ്ങനെ ഫൈനലി എൻ്റെ പൂക്കളം റെഡിയായി.
സ്റ്റാർട്ടിങ്ങിൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സർക്കിൾ മാത്രം വരച്ചിട്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 2.5 മണിക്കൂർ പിടിച്ചു ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ചെയ്യും, പിന്നെ ശരിയാവില്ല, അപ്പോൾ മാറ്റി അങ്ങനെ ഫൈനലി കുറച്ച് വലുതായി. ഫ്ലാറ്റ് നിറച്ചിപ്പോൾ പോവാണ് കേട്ടോ. കണ്ടില്ലേ, ഏതാണ്ട് ഒരു കോമ്പറ്റീഷൻ മോഡായിപ്പോയി, അത്ര വലുതായിപ്പോയി ഇപ്പോൾ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പൂക്കളെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പൂക്കളം ഇട്ടു, ഡ്രസ്സ് മാറ്റി ഇതാ നിൽക്കുന്നു. അപ്പോൾ ഇന്ന് സദ്യ ഉണ്ടാക്കുന്നില്ല, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ്. അപ്പോൾ ഒരു 12-1 മണിയാകുമ്പോൾ സദ്യ വരും. അപ്പോൾ നമുക്കതൊക്കെ കഴിച്ചിട്ട് കാണാം, എന്തൊക്കെയാണ് സദ്യയിലുള്ളതെന്ന് കാണാം വരുമ്പോൾ. ഓക്കെ. പിന്നെ ഓണത്തിന് നമ്മുടെ സദ്യ പോലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ നമ്മുടെ ഫോട്ടോഷൂട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊച്ചു ഫോട്ടോഷൂട്ട് കൂടി, ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് അതും അതിൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, സദ്യ റെഡി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സദ്യ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇല ഉണ്ട്. ഓണാശംസകൾ. ഇപ്പോൾ തുറന്നു നോക്കാം എന്തൊക്കെയുള്ളത് എന്നുള്ളത്. ആഹാ, അതാ പപ്പടം, ഇതിലൊരു മുളക് ഉപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ശർക്കര വരട്ടി, ചിപ്സ്. എന്താ സംഭവം എന്നറിയില്ല, നോക്കാം. അച്ചാറ്, ഇത് വേറൊരു അച്ചാറ്, ചോറ്, രസം. ഇതെന്താണ്, മോരറിയോ? ഇതാ വേറൊരു അച്ചാറ്, പച്ചടി, ഇത് ബീട്രൂട്ട് പച്ചടി, ഉപ്പേരി. ഇതെന്താണ്, മോര് കറിയോ? ഇതെന്താണ്, എന്താണെന്നറിയില്ല. എന്തൊക്കെയാണെന്ന് എല്ലാം ഒരുപോലെ ഇരിക്കുന്നു കണ്ടിട്ട്. പായസം, 2 പായസം ഉണ്ട് കേട്ടോ. ഇതൊരു പായസം, പിന്നെ ഇത് വേറൊരു പായസം. പിന്നെ അതാ പഴം, പിന്നെ ഇതെന്താ സംഭവം, ഇഷ്ടമോ? മോര്, പൈനാപ്പിൾ ഇതെന്താ പച്ചടി മാത്രമേ, സാമ്പാർ, ഉപ്പേരി, അവിയൽ. ഇതെന്താണെന്നൊന്നും അറിയില്ല, കഴിച്ചു നോക്കുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനും കഴിച്ചു, എൻ്റെ വയറൊക്കെ ഫുള്ളായി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ദഹനത്തിന് വേണ്ടി നടക്കുകയാണ്. ടു മച്ച് ഫുള്ളായിപ്പോയി. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഓണവും ഞങ്ങളുടെ ഓണവും നന്നായിരുന്നു, നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സഞ്ചാരി അമ്മി.